അരിമ്പൂർ ചാഴൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന മനക്കൊടി ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള കരുവാലിയും കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം 2 ദിവസം മുൻപാണ് ചണ്ടി നീക്കൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഡ്രെഡ്ജർ ഉപയോഗിച്ചാണ് ചണ്ടിയും കുളവാഴയും കരുവാരിയും നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ശാസ്താംകടവ് മുതൽ പുള്ളുപാലം വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തിൽ തടസ്സങ്ങളെല്ലാം നീക്കി ഒഴുക്ക് പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ചാഴൂർ പഞ്ചായത്ത് 1,40,000 രൂപയും അരിമ്പൂർ പഞ്ചായത്ത് 1 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ തുക ഉപയോഗിച്ചുള്ള പ്രവൃത്തികളാണ് തുടരുന്നത്. 2 ദിവസം കൊണ്ട് 300 മീറ്റർ ദൂരത്തിലുള്ള തടസ്സങ്ങൾ മാത്രമാണ് നീക്കം ചെയ്തിട്ടുള്ളൂവെന്നും മന്ദഗതിയിൽ തുടരുന്ന പ്രവൃത്തികൾ ഒരു യന്ത്രം കൂടി ഉപയോഗിച്ച് വേഗത്തിലാക്കണമെന്നും അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത കോൾപ്പാടശേഖര സമിതി ചെയർമാൻ കെ രാഗേഷ് പറഞ്ഞു. കളക്ടറുടെ നേതൃത്വത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുളവാഴയും ചണ്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാഴൂർ പഞ്ചായത്ത് 1,40,000 രൂപയും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ചാഴൂർ പഞ്ചായത്ത് 1,40,000 രൂപ വെച്ചിട്ടുള്ള പ്രവൃത്തി ആരംഭിക്കുന്നു. അരിമ്പൂർ പഞ്ചായത്ത് 1 ലക്ഷം രൂപയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ഇതുവരെ തീരുമാനമായിട്ടുള്ളത്. അതിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളുപാലം മുതൽ ഏനാമാക്കൽ ഫേസ് കനാലിന് സമീപത്തെ കോട്ടച്ചാൽ വരെ കനാലിലെ കരുവാലിച്ചണ്ടി ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ കൂടി അടിയന്തരമായി നീക്കം ചെയ്യാൻ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചാഴൂർ അരിമ്പൂർ പഞ്ചായത്തുകൾ പണം മുടക്കി നടത്തുന്ന ചണ്ടിവാരൽ പ്രവർത്തനങ്ങൾ കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടലിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ നടത്തുന്ന ശ്രമം എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലും നാണിപ്പിക്കുന്നതാണെന്ന് കൃഷ്ണൻകോട്ട പാടശേഖര സമിതി പ്രസിഡന്റ് TV വിദ്യാധരൻ പറഞ്ഞു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ഇവിടുത്തെ ചാഴൂർ പഞ്ചായത്തും അരിമ്പൂർ പഞ്ചായത്തും ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ചണ്ടി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സംഘടനകൾ ബുദ്ധിമുട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം മാത്രം കാക്ഷിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ പ്രചരണം കൊടുക്കുന്നത് അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. അത് ഇനിയും തുടർന്നു പോകുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തുല്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. TCV തൃശ്ശൂർ.